സുഭാഷ് കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടിയുടെ പേരൻസൊക്കെ വന്ന് കല്യാണ നിശ്ചയം നടത്തുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൊടുക്കൽ വാങ്ങലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് പറയുമ്പോൾ സുധീഷാണ് പറയേണ്ടത്, ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, നിങ്ങളെന്തോ നിങ്ങളെ മകൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൊടുത്തോളൂ, ഞങ്ങൾക്ക് പക്ഷേ യാതൊരു നിർബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും അത് നിങ്ങളുടെ ഒന്ന് മര്യാദ, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മോൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് തന്നെ വിടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെയാണ് വിവാഹം നടത്താൻ അവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം നിശ്ചയം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ കല്യാണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്ര പെട്ടെന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ സുധീഷ് വീരവാദം മുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണ മണ്ഡപം പെണ്ണിൻ്റെ നാട്ടിൽ തന്നെയാണ് പറയുന്നത്. അവിടെ തന്നെ അങ്ങോട്ട് ഞങ്ങൾ വന്നോളാം എന്ന് പറയുകയാണ്. അവിടെ വെച്ചിട്ട് തന്നെ നടത്താം, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എവിടെ വെച്ച് നടത്തുന്നു അങ്ങോട്ട് വരാം എന്ന് പറയാണ് സുധീഷ്. അപ്പോൾ ഭാസ്കരനും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഒക്കെ ചായയൊക്കെ കുടിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് മറ്റേ എന്താ പറയുക, ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു അമ്മാവനാണ് തോന്നുന്നത്, അയാളിങ്ങനെ ഓരോരോ വെളിപ്പ് കോമഡിയും പറയുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനെ അതിൻ്റെ അത്ര ഇഷ്ടപ്പെടുന്നില്ല, അയാളും മറുപടിയും കൊടുക്കുന്നൊക്കെ ഉണ്ടേ. അത് കഴിഞ്ഞ് എല്ലാം അപ്പോൾ ഇനി മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഇനി അതിനൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ബ്രോക്കർ. അപ്പോൾ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞ പോലെ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. അതല്ല കല്യാണത്തിൻ്റെ കാര്യമാണ് ഏട്ടാ, നീ എന്നിങ്ങനെ സുധീഷപ്പെടുത്ത് പറയുന്നുണ്ട്. കാരണം സുഭാഷ് എപ്പോഴും അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ളത്. അപ്പോഴും സുഭാഷിന് അറിയില്ലായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് ടീമൊക്കെ പോവാണ്. അവർ ഏറ്റവും പെട്ടെന്ന് ഇനി സമയമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, ഇത് ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നോ, നമ്മുടെ അടുത്താണെങ്കിൽ 10 പൈസ കയ്യിലില്ല, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ചിലവ് കുറേ ഉണ്ട്. ഇപ്പോൾ സുധീഷിൻ്റെ കല്യാണത്തിന് തന്നെ എല്ലായിടത്തോളം ഒക്കെ ചിലവായതാണ് എന്നൊക്കെ പറയാം. ഏട്ടനതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, എൻ്റെ കല്യാണം ഏട്ടനല്ലേ നടത്തിയത്, അത് ഞാൻ തന്നെ നടത്തിക്കോളാം, ഏട്ടനൊന്നും ആലോചിക്കേണ്ട, ലക്ഷങ്ങൾ വന്നാലും നമുക്ക് ഈ കല്യാണം ഗംഭീരമാക്കി നടത്തണം എന്നൊക്കെ സുധീഷ് വെറുതെ വിടുവായത്തരം പറയണേ. അപ്പോൾ ഹരീഷ് അപ്പോഴും പറയുന്നത് ഇത് ഉള്ളതാണോ എന്നൊക്കെ പറയും. പിന്നെന്താ, അതൊന്നും ഒരു പ്രശ്നമില്ല, പൈസയല്ലേ, പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വീരവാദം മുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ സുധീഷിൻ്റെ അടുത്ത് ഹരീഷ് വന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ അവനെന്തോ റീലെന്തോ കണ്ടിരിക്കുക, പറയുക പിന്നെ സംസാരിക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം, കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടുത്തു, നിങ്ങളുടെ അടുത്ത് എത്ര കാശുണ്ട് എന്നൊക്കെ ചോദിക്കും. പൈസ എൻ്റെ കയ്യിലോ, എൻ്റെ അടുത്ത് എവിടെ നിന്നാണ്, മറ്റേത് അവൻ നിധീനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും വീരവാദം മുഴക്കുന്നത്. അതിൽ പറയും, പൈസ നിങ്ങളടുത്ത് കാശൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത് പറയുമ്പോൾ, എങ്ങനെ പറഞ്ഞു, അത് ഞാനപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞതല്ലേ വയ്ക്കുമ്പോൾ, ഇതേ കളിക്കല്ലേ കേട്ടോ, എൻ്റെ അടുത്ത് കാശൊന്നുമില്ലേ, നിങ്ങളുടെ കല്യാണം നല്ല ഗംഭീരമായിട്ട് ഇവിടെ റിസപ്ഷൻ നടത്തിയതല്ലേ, ഉള്ളിടത്തോളം കാശൊക്കെ അന്ന് ചിലവായി, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് കാശില്ലെങ്കിൽ നേരത്തെ പറയണം, എവിടുന്നെങ്കിലും എനിക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹരീഷ് മര്യാദയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, നീ ഒന്ന് പോയിക്കോ, എവിടുന്ന് എൻ്റെ കയ്യിൽ കാശ്, എൻ്റെ അടുത്തൊന്നും ഇല്ലാണ്ട് ഇവൻ കടന്ന് ഉടായ്പ കളിക്കുകയാണ് സുധീഷ്. അതിൽ ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേ നികേഷ് പറയുന്നുണ്ട്, അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇയാൾ വെറുതെ ഈ ഏട്ടൻ സുധീഷ് ഏട്ടൻ വെറുതെ പറയുകയാണെന്നുള്ളത് അപ്പോഴേ പറയുന്നുണ്ട്, അത് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് മീനി പറഞ്ഞതാണെന്ന് അപ്പോഴേ അറിയായിരുന്നു. എൻ്റെ അടുത്ത് എവിടുന്ന പൈസ, എൻ്റെ അടുത്ത് ഒന്നാമത് എൻ്റെ കയ്യിൽ 10 പൈസ കയ്യിലില്ല, ഞാൻ തോമസ് ഏട്ടൻ തന്നെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് ജോലിക്ക് തന്നെ കയറിയത്, എൻ്റെ അടുത്ത് എവിടുന്ന കാശ് എന്നറിയും. അപ്പോൾ ഹരീഷ് അടുത്ത് പറയും, നിങ്ങൾ ഈ വീട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഒരു 10 രൂപ വീട്ടിലെ ചിലവിന് നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു രൂപ നിങ്ങൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓഹോ, അപ്പോൾ നീ കണക്ക് പറയാൻ തുടങ്ങിയല്ലേ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും ഊക്കനെ അടിയാണ്. അടിച്ചാലും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിഞ്ഞ് അടി കൂടുക. അപ്പോഴേക്കിനും നികേഷ് പറയുന്നുണ്ട്, തല്ലുകൂടലേന്ന് നികേഷും പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് നിധി ഒന്ന് നോക്കുമ്പോൾ ഒരു വാക്ക് തർക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിധിയെ കാണുമ്പോൾ അത് നിർത്തും, നിധി അങ്ങോട്ട് കയറി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ നിധി പോയതിന് ശേഷം ഊക്കനടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോട്ടടി. ഹരീഷ് പറയേണ്ടതാണ് ശരി, ഇവൻ വെറുതെ വിടുവായത്തരം പറയുക, നോണയും പറഞ്ഞ് നടക്കാന്നല്ലാണ്ട് വീട്ടിലേക്ക് ഒരു ഉപകാരവും ചെയ്യുന്നില്ല. ഹരീഷ് എന്ന് പറഞ്ഞാൽ ഉള്ള കാശ് മുഴുവൻ മറ്റവൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് കുറേ കാശ് സുഭാഷിൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കേണ്ടേട്ടോ, അതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പറയാം, അപ്പോൾ നിങ്ങളുടെ റിസപ്ഷൻ എത്ര ഭംഗിയായിട്ടാണ് ഞങ്ങളിവിടെ നടത്തിയത്, നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ എടുത്തവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞോ എൻ്റെ റിസപ്ഷൻ നടത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ദേഷ്യം വരുന്നത്. അങ്ങനെയാണ് അടി കൂടുന്നത്. അപ്പോഴേക്കും സുഭാഷ് ഓടി വരുന്നുണ്ട്. സുഭാഷ് പറയടാ നിർത്തടാ പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടും കേൾക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കുത്തി മറിഞ്ഞ് തല്ല്. അപ്പോഴേക്കും നിധി വരുന്നുണ്ട്. നിധി വന്നു കഴിഞ്ഞിട്ട് നിധി ചോദിക്കുക, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് പറയുമ്പോഴൊന്നും നിർത്തുന്നില്ല. അങ്ങനെ അകത്ത് പോയിട്ട് ഒരു പാത്രം കൊണ്ടുവന്ന് ഒറ്റ ഏറാണ്ട് എറിയും, തറയിലേക്ക് ശക്തിയായിട്ട്.
അപ്പോൾ പാത്രം വീട് ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവർ നിർത്തുന്നത്. നിങ്ങൾ നിന്നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കടന്ന് തല്ലുകൂടാൻ? കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോട്ടെ നോക്കി. ഇപ്പോൾ പിള്ളേർ പോലും ഇങ്ങനെ അടി കൂടലില്ല. ഇത് തൂണ് പോലെ വളർന്നിട്ട് നാണുണ്ടോ നിങ്ങൾക്ക് നോക്കി ചോദിക്കണേ. ഇനി ഇവിടെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കയ്യിലുള്ള ഒരു പാത്രം കൂടി അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ. ഇങ്ങനെയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അനുസരണമില്ലാത്തവരങ്ങളൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ സുഭാഷിൻ്റെ അടുത്ത് പോയിട്ട് പറയും സോറി സുഭാഷ് ഏട്ടാ എന്നറിയാണ്. എന്നിട്ട് അങ്ങനെ അകത്തേക്കാണ്ട് കയറിപ്പോവും. അതിലും അറിയും പിന്നെയും അടി കൂടാൻ നിൽക്കുക. അപ്പോഴേക്കും നിർത്തിക്കോ മര്യാദയ്ക്ക്. അപ്പോൾ നികേഷ് അറിയാം അല്ല ഇടത്തി ഇവിടുന്ന് പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ, എന്നാൽ അങ്ങ് തള്ളി ഓടിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ മിണ്ടുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കാണാം ഹരീഷ് മുറ്റടിക്കും, സുധീഷാണ് തുടയ്ക്കുകയും ചെയ്യണം. അത് ഇവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി കേട്ടോ. അപ്പോൾ എന്നിട്ട് വളക്കൊളുത്തി കഴിക്കണോ കൃഷ്ണ അമ്മേ മഹാമായി എന്നൊക്കെ വിളിച്ചാണ് വളക്കൊളുത്തും. ഇടയ്ക്കിടയ്ക്ക് നിധി ഇറങ്ങി വരുന്നുണ്ടോ എന്ന് റൂമിക്ക് നോക്കണമുണ്ട്. അങ്ങനെ പിന്നെയും സംസാരം വരുന്നത് ഇത് തന്നെയാണ്. എന്താണ് ഇനി കല്യാണത്തിൻ്റെ ചിലവുകൾ, അത് നമ്മൾ കണ്ടെത്തുക വേണം. നമ്മളെ സഹായിക്കാനും ആരുമില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പിന്നെയും സംസാരങ്ങൾ വരികയാണ്. അപ്പോഴേക്കും നികേഷ് പറയും വേണ്ട വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട കേട്ടോ, പിന്നെ നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കി കാണാൻ എടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോകും, വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട എന്ന് പറയും. അപ്പോൾ പറയും ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, നിങ്ങൾ വെറുതെ നുണ പറയാന്നല്ലാണ്ട് നിങ്ങളെ കൊണ്ട് ഒരു 10 പൈസയുടെ ഉപകാരം ഈ വീട്ടിലേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും പിന്നെ നിധി വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സുഭാഷ് ആ പെൺകുട്ടീനെ കാണുന്നുണ്ട്. പെൺകുട്ടീനെ കണ്ടിട്ട് ആ കുട്ടി പറയുമ്പോഴാണ് സുഭാഷ് വിവരങ്ങളൊക്കെ അറിയുന്നത്. കാരണം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറിന് അയാൾക്ക് മരിക്കണതിന് തുല്യമാണ്. അതുകൊണ്ട് കല്യാണം മിക്കവാറും നടക്കില്ല എന്നൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. നോക്കാം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. പിന്നെ എൻ്റെ ചാനൽ രഥസ്വാമിലി കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ്. താങ്ക് യു.